ആഴ്ചയിൽ ഒരു ദിവസം വൈറ്റമിൻ D3 മാത്രമുള്ള 60,000 വെച്ച് എടുക്കാനേ പാടില്ല. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഡിപ്രഷനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യണം, ബ്ലഡ് പ്രഷർ ബാലൻസ് ചെയ്യണം, ഇങ്ങനെയുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സിൽ നിന്നും റിക്കവർ ചെയ്യണം. ഈവൻ ഡയബറ്റിക് പേഷ്യൻസ് ആയിക്കോട്ടെ, ഹാർട്ട് ഡിസീസ് പേഷ്യൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ D3 ഡെയിലി ഡോസിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഡെയിലി ഡോസിൽ ഒരു 4000 IU വളരെ സേഫാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. വീക്കിലി വൺസ് എടുത്താൽ ബോൺ സ്ട്രെങ്ത് കൂടും, മറ്റുള്ള എഫക്ട്സ് ഒന്നും കിട്ടില്ല. ഇപ്പം ഹെയർ ഗ്രോത്ത്, സ്കിൻ ടെക്സ്ചർ, ഒബിസിറ്റി, ബ്ലഡ് പ്രഷർ, ഡിപ്രഷനൊക്കെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഫാക്ടറാണ് വൈറ്റമിൻ D3. വൈറ്റമിൻ D3ക്ക് അങ്ങനെ റോളുണ്ട്. അതാ പറഞ്ഞ് അത് ജസ്റ്റ് ഒരു വൈറ്റമിൻ ആയിട്ട് മാത്രം കാണാതെ, ഒരു ബോൺ സ്ട്രെങ്തിന് മാത്രമായിട്ട് കാണാതെ, ഇങ്ങനത്തെ ഒരുപാട് എഫക്ട്സ് ഉള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ D3. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, D3 എടുക്കുമ്പോൾ K2 കൂടെ വേണം. വൈറ്റമിൻ D3 പ്ലസ് K2 കോമ്പിനേഷനുള്ള ഫോമിൽ മാത്രമേ വൈറ്റമിൻ D3 എടുക്കാവൂ.